ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ഇന്ന് കാണാം. ഇപ്പോഴത്തെ സമയത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആധാർ കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെന്റിന്റെ സഹായം എടുക്കാനോ അതോ ഏതെങ്കിലും KYC ചെയ്യാനോ അതോ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ഇതൊക്കെ ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ സമയത്തിൽ നിങ്ങൾ ആധാർ കാർഡ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും സമയത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പോഴത്തെ സമയത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അടുത്ത വർഷം 6-ാം മാസം 14-ാം തീയതി വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആധാർ കാർഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ള കാര്യം ഫ്രണ്ടിലോട്ട് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ഇവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് ചെയ്യുക മൈ ആധാർ. സെർച്ച് ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആകുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ആധാർ കാർഡിന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഡോക്യുമെന്റ് അപ്ഡേറ്റിന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഐഡന്റിറ്റി പ്രൂഫ് കൊടുക്കണം. അതിനുശേഷം അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അഥവാ നിങ്ങളിൽ ഒരേ ഒരു ഡോക്യുമെന്റ് ID ഉണ്ടെങ്കിൽ അത് മാത്രം വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ റേഷൻ കാർഡ് ആയാലും വോട്ടർ ID ആയാലും അതിന്റെ കൂടെ തന്നെ നിങ്ങളെ പാസ്പോർട്ട് ആയാലും പാൻ കാർഡ് ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ഹൈസ്കൂളിന്റെ മാർക്ക്ഷീറ്റ് ആയാലും സർട്ടിഫിക്കറ്റ് ആയാലും ഇവിടെ ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, ഗ്യാസ് ബിൽ ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിൽ അഡ്രസ് എല്ലാം ഉണ്ടാകും. സോ അത് കൊടുക്കാൻ പറ്റും. ഇനിയും ഡോക്യുമെന്റ് കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഫുൾ ലൈവായിട്ട് കാണിച്ചൊരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. അതിനുവേണ്ടി ക്ലിക്ക് ടു സബ്മിറ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ലോഗിൻ പേജ് ഓപ്പൺ ആകും. ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളെ ആധാർ നമ്പർ ഇവിടെ ഫുൾ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം താഴെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സൈഡിൽ കാണുന്ന സെയിം ടു സെയിം ക്യാപ്ച ഇവിടെ സൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ വിത്ത് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഫോണിൽ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് OTP വന്നിട്ടുണ്ടാകും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ ഈ പോർട്ടലിന്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആയി വരുമ്പോൾ ഇത് ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ നമ്മളെ ഇന്റർഫേസ് ഇതേപോലെ ഉണ്ടാകും. ഇവിടെ കാണുമ്പോൾ കുറെ ഓപ്ഷനുകൾ ഇനിയും ആഡ് ആകാനുണ്ട്. പക്ഷേ നമുക്കിവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ആധാർ കാർഡിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ കാണണമെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുമ്പോൾ എന്ത് ഇൻഫർമേഷൻ ഉണ്ടോ കാണാൻ പറ്റും. ഇവിടെ ഫ്ലിപ്പ് ആധാർ കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കാണാൻ പറ്റും ഡോക്യുമെന്റ് അപ്ലോഡ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രൂഫ് ഓഫ് ID, പ്രൂഫ് ഓഫ് അഡ്രസ് ഇതൊക്കെ കൊടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലും കറക്ഷൻ നടക്കൂല. എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ KYC ചെയ്യാണ്. ആധാർ കാർഡിൽ ഒന്നും കൂടെ ഡോക്യുമെന്റിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ കറക്ഷൻ ആകില്ല. കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ നെയിം അഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒരു തരത്തിൽ KYC ആകും. അഥവാ നിങ്ങൾ ആധാർ കാർഡിൽ ഒരു കറക്ഷൻ ഇല്ലെങ്കിലും നിങ്ങൾ ഈ കാര്യം ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് ടാപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇവിടെ ലൈവായിട്ട് കാണിച്ചു തരും. നെക്സ്റ്റ് ടാപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ എല്ലാ ഇൻഫർമേഷൻ കിടക്കുന്നുണ്ടാകും. ഇവിടെ I വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ID പ്രൂഫ് കൊടുക്കണം. ഇവിടെ നിങ്ങൾ ID പ്രൂഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഡോക്യുമെന്റ് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പാൻ കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, വോട്ടർ ID ഉണ്ട്. അതേപോലെ ഈ ലിസ്റ്റിൽ കാണുന്ന ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ വോട്ടർ ID കാർഡ് സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഈ വോട്ടർ ID കാർഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ പാസ്വേഡ് ഇല്ലാതിരിക്കണം. ഇവിടെ ചിലപ്പം പാൻ കാർഡിന്റെ കേസസിലെല്ലാം ചിലപ്പം പാസ്വേഡ് വെച്ചിട്ടുണ്ട്. ആ പാസ്വേഡ് നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്കിവിടെ അക്സെപ്റ്റിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിവിടെ സെലക്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ കണ്ടിന്യൂ ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ബ്രൗസറിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ 2 MB അകത്തുണ്ടാകണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ വോട്ടർ IDയുടെ ഫ്രണ്ടും ബാക്കും അഥവാ ഡബിൾ സൈഡ് ആണെങ്കിൽ നിങ്ങൾ 2 സൈഡും ക്ലിക്ക് ചെയ്തിട്ട് ഒരേ ഒരു പേജിൽ കൺവേർട്ട് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അഥവാ ഒരു PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് ഒരു പ്രാവശ്യം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെന്റിൽ ഫ്രണ്ടും ബാക്ക് സൈഡിലും ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഡബിൾ സൈഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരേ പേജിലേക്ക് കൺവേർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇതേപോലെ നമ്മൾ ID പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അഡ്രസ് പ്രൂഫ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. ഇവിടെ അതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ അഡ്രസ്സുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് പാൻ കാർഡ് ഓപ്ഷൻ കിട്ടൂല. ഓക്കെ, സെലക്ട് ചെയ്തതിനു ശേഷം അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കണ്ടിന്യൂ ടു അപ്ലോഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു ഡോക്യുമെന്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുക. ഇതേപോലെ 2 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ 2 ഗ്രീൻ ലൈൻ കാണാൻ പറ്റും. നെക്സ്റ്റ് I ഹിയർ ബൈ ഗിവൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് നമ്മളെ പേരിലാണോ അതോ നമ്മളെ അഡ്രസ്സിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഡോക്യുമെന്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റിന്റെ ഓപ്ഷൻ ഇവിടെ കാണിക്കും. പക്ഷേങ്കിൽ ഇപ്പം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അടുത്ത വർഷം 6-ാം മാസം 14-ാം തീയതി വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുവരെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഫീസ് പേയ്മെന്റ് ചെയ്തതായിട്ട് ഒരു സ്ലിപ്പ് ജനറേറ്റ് ആയി വരും. ഇവിടെ നമ്മൾ ഒരു ഫീസും പേയ്മെന്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഡൗൺലോഡ് അക്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്ലിപ്പിനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വെച്ചിരിക്കുക. ഇവിടെ നമ്മൾ ആധാറിന്റെ ഡോക്യുമെന്റ് നമ്മളെ സൈഡിൽ നിന്ന് സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇവിടെ ഗവൺമെന്റ് റിവ്യൂ ചെയ്യും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് നമ്മളെ പേരിലാണോ നമ്മളെ അഡ്രസ്സിലാണോ ഉള്ളതെല്ലാം ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യും. അതിനുശേഷം നമ്മൾ 10 to 15 days കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെയിം പോർട്ടലിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ റിക്വസ്റ്റ് വന്നിട്ട് കാണിക്കുന്നുണ്ടാകും. ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ എത്ര എണ്ണം റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നുള്ള ഇവിടെ കാണിക്കും. ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെ എത്ര റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു, ഏത് ദിവസം നമ്മൾ കൊടുത്തിരിക്കുന്നു എല്ലാം കാണിക്കും. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ചെയ്ത റിക്വസ്റ്റ് ആണ്. നമ്മളെ റിക്വസ്റ്റ് വന്നിട്ട് വെരിഫിക്കേഷൻ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അത് വന്നിട്ട് ഇവിടെ നമ്മൾ ആ കംപ്ലീറ്റ് സെക്ഷനിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.